മത്സര ഓട്ടത്തിന്റെ ഭാഗമായി ബസ്സുകളുടെ അമിത വേഗം, ദിശ തെറ്റിക്കൽ, സിഗ്നൽ തെറ്റിക്കൽ ഇതെല്ലാം ഒരുപോലെ നടക്കുന്നുണ്ട് പാലക്കാട് തൃശൂർ ദേശീയപാതയിലും. ഇതിനോടകം നിരവധി ജീവനുകൾ ബസ്സുകളുടെ വേഗപ്പോരിനിടെ ഈ പാതകളിൽ വെച്ച് പൊലിഞ്ഞിട്ടുണ്ട്. പക്ഷേ അധികൃതർ അപകടങ്ങൾ കുറയ്ക്കാൻ ഒരു നടപടിയും ഇവിടെയും സ്വീകരിച്ചിട്ടില്ല. കാണാം, കണ്ണന്നൂരിൽ നിന്നും ഇക്ബാൽ അറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടയിൽ അപകടങ്ങൾ സംഭവിച്ച നിരവധി ജീവനുകളാണ് കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടയിൽ പാലക്കാട് ജില്ലയിൽ മാത്രം പൊലിഞ്ഞത്. 2 വർഷങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ കണ്ണന്നൂരിന് സമീപത്ത് വെച്ച 80 വയസ്സുകാരിയായ ചെല്ലമ്മ ഈ വേഗപ്പോരിനിടയിൽ അപകടം സംഭവിച്ച് മരിച്ചത്. 2 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ബസ്സുകളുടെ ഈ മത്സരയോട്ടത്തിൽ യാതൊരുവിധ കുറവുമില്ല എന്നാണ് കണ്ണന്നൂരിലെ പ്രദേശവാസികൾ പറയുന്നത്. ഒരു ബസ്സും സിഗ്നൽ പാലിച്ചല്ല പോകുന്നത്. സർവീസ് റോഡിലൂടെ സാധാരണക്കാരൻ്റെ ജീവന് യാതൊരു വിലയില്ലാത്ത രീതിയിലേക്കാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കുറേ മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ബസ്സുകളുടെ പോക്കിനെ സംബന്ധിച്ചറിയാം. ബസ് സ്റ്റോപ്പിൽ ഒരു ബസ് പോലും നിൽക്കുന്നില്ല. പ്രകസനമായിട്ട് രാവിലെ 1-2 ബസ്സുകൾ ആ ചിട്ട പാലിക്കുന്നതല്ലാതെ ഒരു ബസ്സും ബസ് സ്റ്റോപ്പിനകത്ത് നിർത്തി ആളെ കയറ്റുന്ന ഒരു പതിവ് ഇവിടെയില്ല. മിക്കവാറും ജംഗ്ഷനും സിഗ്നലിൻ്റെ അടുത്താണ് പോയിട്ട് ബസ് നിർത്തുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ സർവീസ് റോഡ് ആശ്രയിച്ച് വരുന്ന ആളുകൾക്ക് ജീവന് ഭീഷണിയാവുന്ന തരത്തിലേക്കാണ് ബസ്സുകളുടെ ഓട്ടം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഞങ്ങൾ പലതവണ പരാതിപ്പെട്ടതാണ്. അപകടങ്ങൾ ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണ്. സ്കൂൾ കുട്ടികളാണെങ്കിലും ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിർത്താറില്ല. കുറച്ച് അപ്പുറത്തായിട്ടാണ് നിർത്തുന്നത്. പല സ്കൂൾ കുട്ടികളും പല പ്രാവശ്യം ഈ ബസ്സിൽ നിന്ന് കയറുന്ന സമയത്ത് വീണിട്ടുണ്ട്. ഇവിടെ നമ്മൾ പോയി എല്ലാ കാര്യങ്ങളും സംസാരിച്ച് എന്നാലും അവർ അത് ചെയ്യാണ്ടാണ് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അടക്കം ഒരു വടക്കമുറി വെച്ചിട്ട് കാറിനെ ബസ്സുകാരൻ മുട്ടിയിട്ട് ഇവിടെ വെച്ചിട്ടാണ് ആ കാറുകാരൻ ക്രോസ് ഇട്ടിട്ട് അതിനെ സംസാരിപ്പിച്ചത്. ഇതിനെതിരെ നിങ്ങൾ കൃത്യമായി പരാതികളൊന്നും നൽകി? ഞങ്ങൾ ബന്ധപ്പെട്ട NH അതോറിറ്റി അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞാണ്. ഇവിടെ ഗതാഗത വകുപ്പിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. നടപടി എടുക്കാമെന്ന് പറയുകയല്ലാതെ ആ ഒരു നടപടി എടുക്കുന്നതിൻ്റെ 1-2 ദിവസം ആക്ഷൻ ഉണ്ടാവുന്നല്ലാതെ പിന്നെ തുടർ നടപടികൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഈ കണ്ണന്നൂർ മേഖലയിൽ മാത്രമാണോ ദേശീയപാതയിൽ പല ഭാഗത്തുണ്ടോ? ഇല്ല, കണ്ണൂർ മേഖലയിലാണ് ആദ്യം കൂടുതലും ചെയ്യാറുള്ളത്. ഈ നേരത്തെ ഈ ആലത്തൂർ വടക്കഞ്ചേരി വെച്ചൊക്കെ അപകടങ്ങൾ ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം ആ ഭാഗത്തൊന്നും ഈ ക്രമീകരണങ്ങൾ നാഷണൽ ഹൈവേയുടെ ജംഗ്ഷനുമായി ബന്ധപ്പെട്ട എല്ലാവിടെയും ഇതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോഴമന്ദം ജംഗ്ഷനിൽ ഇതുപോലെ സിഗ്നൽ പാലിക്കാതെ സർവീസ് റോഡിൽ കൂടെ കയറി മെയിൻ റോഡിലേക്ക് കയറുന്ന പ്രവണത എല്ലാവിടെയും ഉണ്ട്. നാഷണൽ ഹൈവേയുടെ ഇതാണ് പാലക്കാട് കാഴ്ച. ഇനി